ദിവസം 3 ട്രിപ്പുണ്ട്. ഒരു വണ്ടിയേ ഉള്ളൂ. 3 ട്രിപ്പ്. രാവിലെ 9 മണിക്കും ഉച്ചയ്ക്ക് 12:30ക്കും വൈകുന്നേരം 4 മണിക്കും. അപ്പോൾ ഏകദേശം 3 മണിക്കൂർ അറൗണ്ട് വരും ഒരു ട്രിപ്പിൽ. 3 മണിക്കൂർ 3.25 മണിക്കൂർ കൊണ്ട് തിരിച്ചു വരും. ടോട്ടൽ ഇപ്പോൾ എത്ര വ്യൂ പോയിന്റ് പോകും? നമ്മൾ 5 സ്ഥലത്ത് സിഗ്നൽ പോയിന്റിൽ പോകും ഫസ്റ്റ്. അത് ഇത് ഫോട്ടോ പോയിന്റ് ആയി. ഇനി നമ്മുടെ ഗ്യാപ്പ് റോഡ്. അതിന് ഓറഞ്ച് ഫാം. ഏതാ? ഓറഞ്ച് ഫാം. ലാസ്റ്റ് ആനങ്കൽ ഡാം. ഡാമിന്റെ അകത്ത് ആ സൈഡാ പോയി. ഏത് ഭാഗത്താ പോവാ? ആനങ്കൽ ഡാക്കറ്റിന് മേളിൽ നമ്മൾ മെയിൻ റോഡിലെടുത്തു. പോകും. നമ്മളിപ്പോ സർവീസ് തുടങ്ങിയിട്ട് എത്ര? ഒരു മാസം കഴിഞ്ഞില്ലേ? ഒരു മാസം ആവുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 8 9 തീയതി തുടങ്ങി. അല്ല, ഇപ്പൊ നമ്മൾ വാർത്ത കണ്ടു. ആദ്യം 10 ദിവസം കൊണ്ട് 3 ലക്ഷം രൂപ കളക്ഷൻ ഉണ്ടാക്കിയെന്ന് വാർത്ത കണ്ടു. പിന്നെ തല പുറത്തിട്ട വാർത്ത കണ്ടു. എന്നും വാർത്തയിൽ താരമാണ് അല്ലേ? അതുകൊണ്ട് ക്ലിക്കായി. അത് അരിക്കൊമ്പം കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ഫാൻസ് ഉള്ള ആളായിരിക്കും മൂന്നാറിലെ. ലാക്കാട് വ്യൂ പോയിന്റ് ആണ്. പിന്നെ കേരളത്തിൽ 2 മലകളാണ് വലുത്. ഒന്ന് ആനമുടി, സെക്കൻഡ് ചക്രമുടി. അതിൽ ചക്രമുടിയാണിത്. സെക്കൻഡ് ഹയസ്റ്റ് ഹില്ലാണിത് കേട്ടോ. മറയൂർ റൂട്ടിലൊരു 12 കിലോമീറ്റർ എന്ന ആനമുടി കാണാൻ പറ്റും. മുകളിലേക്ക് കയറാണ്. അവിടുന്ന് ട്രെക്കിംഗ് ഉണ്ട്. ഫോറസ്റ്റിന്റെ പാസോട് കൂടിയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പാരാഗ്ലൈഡിങ്ങിന്റെ പരിപാടി ഉണ്ട് വർഷത്തിൽ. ഈ ദേവളത്ത് ഒരു അഡ്വഞ്ചറിന്റെ സംഭവം ഉണ്ട്. അവരെ ബേസ് ചെയ്തിട്ടാണ് നടത്താറ്. റോക്കേവോ? നമ്മുടെ പഴയ MGRന്റെ ഒരു പടമുണ്ട്, മലയക്കള്ളൻ എന്നൊരു സിനിമ വരെ ഇറങ്ങിയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഇതിനകത്ത് കുറെ നടക്കാൻ പറ്റുണ്ടോ? ഉണ്ടായിരുന്നതൊക്കെ ഇപ്പം ബ്ലോക്കായി പേടിച്ച് ജസ്റ്റ് കയറി കുറച്ചേ ഉള്ളൂ. ഇതാണ് മലയക്കള്ളൻ കേവ് കേട്ടോ. ചില ആൾക്കാർ ഒന്ന് പാണ്ഡ്യൻ, ചില ആൾ തങ്കയെന്ന് പറഞ്ഞു. അപ്പോൾ കൃത്യമായി എനിക്ക് അറിയില്ല കേട്ടോ. ഓരോരുത്തർ ഓരോ അഭിപ്രായം പറയുന്നത്. മലയക്കള്ളൻ തങ്കയ്യ എന്നാണ് പേര് എന്നാണ് പറയുന്നു. ഇനി ചില ആൾ പാണ്ഡ്യൻ എന്ന് പറഞ്ഞു. എന്തായാലും കള്ളൻ പണ്ട് ഓരോ വസ്തു കൊണ്ടുവെക്കാനുള്ള സ്ഥലമായിരുന്നു. ആ ഗുഹയാണത്. 2 ഡെക്കായിട്ട് ബസ് കണ്ടില്ലേ? താഴെ 12 പേർക്ക് ഇരിക്കാം, മുകളിൽ 38 പേർക്ക്. 38ഉം 12ഉം 50 പേർക്കുള്ള സീറ്റിംഗ് കപ്പാസിറ്റിയാണുള്ളത്. അതായത് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാൻ പറ്റും, അല്ലാതെ കേസ് മൂന്നാർ ഡിപ്പോയിൽ വന്നാൽ അങ്ങനെയും ബുക്ക് ചെയ്യാൻ പറ്റും. നേരെ താഴെ 200 രൂപയാണ് സീറ്റിംഗ് ചാർജ് ഒരാൾക്ക്, മേലെ 400 രൂപ. കാരണം മേലെ ഇരുന്ന് കാണണം. കാരണം 400 രൂപയ്ക്ക് വർത്താ. കാരണം ഈ ഒരു 3-3.5 മണിക്കൂർ സർവീസ്, പാട്ടും കേട്ട് കുറേ ആൾക്കാരെ പരിചയപ്പെടാം. കാരണം എല്ലാം വ്യത്യസ്ത നാട്ടിൽ നിന്ന് ആൾക്കാരല്ല. അവരൊക്കെ പരിചയപ്പെട്ട് പാട്ട് പാടി ഡാൻസ് കളിച്ച് ഒരു ചില്ല് മൂഡ്. അരിക്കൊമ്പിന് ശേഷമുള്ള നമ്മുടെ വിവാഹനായകൻ കത്തിക്കയറിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ട്. നല്ല ആംബിയൻസ് ആണ്. ഈ ഒരു ഫീൽഡ് KSRTC സൈഡ് സീറ്റിലിരുന്ന് മൂന്നാർ ഗ്യാപ്പ് റോഡ് കാണുന്നൊരു ഫീല് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഈവനിങ് ആയിരിക്കും കൂടുതൽ ബെറ്റർ. 4 മണി സർവീസ് ആയിരിക്കും നിങ്ങൾക്ക് ബെറ്റർ എന്ന് തോന്നുന്നു. വന്നു കഴിഞ്ഞാൽ എന്തായാലും നല്ലൊരു ആംബിയൻസോട് കൂടി തന്നെ അടിച്ച് പൊളിച്ച് അതിൽ നമ്മൾ കണ്ടില്ലേ, പല മഹാരാഷ്ട്രക്കാരുണ്ടായിരുന്നു, ചെന്നൈക്കാരുണ്ടായിരുന്നു, പല നാട്ടിൽ നിന്ന് പല ആൾക്കാരായിട്ട് നമുക്ക് സംസാരിക്കുക, അവരൊപ്പം ഡാൻസ് ചെയ്യുക, ചില്ല് ഔട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയുമായി വീണ്ടും പാക്കലാം. വിട്ടേക്കട്ടെ. ബൈ.